ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 28, 29, 30, 31 വാക്യങ്ങളിലൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ, നിനക്ക് അറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയം അത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം കാത്തിരിക്കുക, ആശ്രയിക്കുക എന്നാകുന്നു. ദൈവത്തെ കാത്തിരിക്കുക, ആശ്രയിക്കുക. ഒരുപാട് പേർക്ക് അനേക പ്രയാസങ്ങളും വേദനകളും ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. കർത്തൃ ശുശ്രൂഷയിൽ തളർന്നിട്ടുള്ളവരെ നമുക്ക് കണ്ടേക്കാം. അവരുടെയൊക്കെ ജീവിതത്തിൽ തളർച്ച മാറുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക, ആശ്രയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ. ദൈവത്തിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുക. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണം. തന്നെയുമല്ല, ഒത്തിരി അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാത്തവരും ഉണ്ടായിരിക്കാം. ഏലിയാവിനെ പോലെ ഇനിയും ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചിന്തിക്കുന്നവരും, നിരപരാധിയായ യോസേപ്പിനെ പോലെ തെറ്റിദ്ധരിക്കപ്പെട്ടവരും, കുണ്ടറയിൽ അടയ്ക്കപ്പെട്ടവരും കാണും. രോഗികളും ഭാവിയെക്കുറിച്ച് നിരാശപ്പെടുന്നവരും, ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവരും, ഇനിയും ഒരു ശുശ്രൂഷയുണ്ടോ, ഇനിയും ഒരു വിടുതലുണ്ടോ, ഇനിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമോ, കുടുംബജീവിതം ധന്യമാകുമോ, ഇനിയും സൗഖ്യം കിട്ടുമോ, ഇനിയും പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഈ ആലോചന കേൾക്കുമ്പോൾ തന്നെ ദൈവകൃപയുടെ മഹത്വം വെളിപ്പെടുന്നതും കാണാം. ഈ കൂട്ടത്തിൽ ഇവരെല്ലാം ഉണ്ടായിരിക്കാം. എന്നാൽ അവിടെയാണ് ദൈവവചനം നമുക്ക് പ്രചോദനമാകുന്നത്. എന്താണ്? നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യ ദൈവം. അതാണ് നമ്മൾ കേൾക്കുന്ന ആലോചന. കർത്താവിൻ്റെ ആലോചന പിന്നെയും പറയുന്നത്, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അപ്പോൾ ക്ഷീണിക്കാതെ, തളർന്നു പോകാതെ, ബലമില്ലാത്തതിന് ബലം നൽകി ശക്തീകരിക്കുന്ന ഈ ദൈവകൃപ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ, സൗഖ്യമായി മാറട്ടെ, സന്തോഷമായി മാറട്ടെ. തന്നെയുമല്ല, ദൈവജനത്തിൻ്റെ മധ്യേ നമ്മൾ ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായ പല കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ബലമില്ലാത്ത, ശക്തിയില്ലാത്ത, തളർന്നു പോകുന്ന ചില സ്ഥിതിവിശേഷങ്ങളുടെ മുമ്പിലും ദൈവം നമ്മുടെ കൂടെ ആണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്കറിയാം. കാത്തിരിക്കുന്നവർ ആരായാലും അവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്നവരെ എന്ന ആ പ്രയോഗം ആരെക്കുറിച്ചാണ്? അത് ദൈവജനമാണ്. കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. നമ്മൾ ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെ പോലെയാണ്. ചില പ്രത്യേക പ്രതിസന്ധി വേളകളിൽ നേരെ ഒന്ന് വെളുത്തിരുന്നെങ്കിൽ എന്ന് നാം ആശിക്കാറില്ലേ? ചില ഗ്രാമവാസികൾ രോഗാവസ്ഥയിലെത്തിയ തങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവനെ അകലെ ഉള്ള പട്ടണത്തിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നത് ഭാവനയിൽ കണ്ടാൽ, സമയം രാത്രിയാണ്, നേരം വെളുക്കുമ്പോൾ മാത്രമാണ് വാഹന സൗകര്യമുള്ളത്. മരണത്തോട് മല്ലുപിടിക്കുന്ന പ്രിയപ്പെട്ടവന് വേണ്ടി ഇവിടെ ഒരു ആത്മകഥം ഉണ്ടാകുകയാണല്ലോ, ഉയരുകയാണല്ലോ. നേരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രഭാതത്തിനായി കാത്തിരിക്കുന്നു. അപ്പോൾ കാത്തിരിക്കുക എന്നതിന് അർത്ഥങ്ങൾ 4 അപ്പോൾ എല്ലാ അർത്ഥങ്ങൾ വെച്ച് നമ്മൾ കാത്തിരിക്കാറില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാകുന്നു: ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ.
യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് 55 അധ്യായം 6 വാക്യത്തിൽ ദൈവത്തെ കണ്ടെത്താവുന്ന സമയം ഇതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം മറ്റൊന്ന് പറയുന്നത്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം എന്നൊരു ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കേൾക്കാം. അപ്പോൾ മറ്റൊരിടത്ത് പറയുന്നത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. അപ്പോൾ കാത്തിരിക്കുക, ആശ്രയിക്കുക എന്നാണല്ലോ നമ്മൾ കുറുവാക്യം. അപ്പോൾ അതിലൂടെയുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നല്ല ആലോചനകളെ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും നമുക്ക് വേണ്ടി വലിയവ എൻ്റെ ദൈവം ചെയ്യും. കർത്താവിനായി നിങ്ങളേവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.